ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റ ഇലക്ട്രിക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു വാക്കൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു വാഹനം കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ഡ്രൈവ് വീഡിയോ നമ്മൾ വേറെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ക്രെറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 11 ലക്ഷത്തോളം ഓണേഴ്സ് ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. 11 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും എന്താണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്നുള്ളത്. അപ്പൊ അതിനൊരു ഇലക്ട്രിക് കൂടി വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തായിരിക്കും എന്നുള്ളത്. ആൻഡ് നമുക്ക് ഈ ഒരു വാഹനം 5 കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 മാറ്റ് കളർ വരുന്നുണ്ട്. ആൻഡ് പിന്നെ 2 ഡുവൽ ടോൺ കളറും വരുന്നുണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ 2 ബാറ്ററി പാക്കാണ്. ഒരു 42 കിലോ വാട്ട് അവറിന്റെയും ഒരു 51.4 കിലോ വാട്ട് അവറിന്റെയും 2 ബാറ്ററി പാക്കുകൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 390 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഒരു 473 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു വാക്കറൗണ്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്രെറ്റയുടെ ഇലക്ട്രിക് വന്നിട്ടുള്ളത്. DRലും കാര്യങ്ങളൊക്കെ മുമ്പുള്ള ക്രെറ്റയിൽ ഇപ്പോൾ ഉള്ള ക്രെറ്റയിൽ നിന്നും അതുപോലെ തന്നെയാണ്. DRൽ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് LED ഹെഡ് ലാംപ്സും കാര്യങ്ങളെല്ലാം അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു എയർ ഇൻടേക്ക് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഹ്യുണ്ടായുടെ ആ ഒരു ഇലക്ട്രിക് ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മുടെ ചാർജിങ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അത് ഫ്രണ്ടിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഒരു പിക്സലേറ്റഡ് ഗ്രാഫിക് ഡിസൈൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് 3D എലമെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ആക്റ്റീവ് എയർ ഫ്ലാപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ യാത്രയിൽ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും ചെയ്യും, ക്ലോസ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ അഡാസ് 2ൻ്റെ അഡാസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 19 ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 75 അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചേഴ്സ്. അതിൽ 52 എണ്ണം സ്റ്റാൻഡേർഡ് ആണ് എല്ലാ വേരിയൻസിലും. ഈ ഒരു പോർട്ടിൻ്റെ കവറിങ്ങിലാണ് നമ്മുടെ ഹ്യുണ്ടായുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ കാണുന്നത് ഒരു മാറ്റ് കളറാണ്, ഓഷ്യൻ ബ്ലൂ മാറ്റ് ആണ്. ആൻഡ് ഈ ഒരു വാഹനം നമുക്ക് 5 മെറ്റാലിക് കളറും 3 മാറ്റ് കളറും പിന്നെ 2 ഡുവൽ ടോൺ കളറിലും അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ആ ഒരു എല്ലാ ഈ വീലും കാണുന്ന പോലെ ആ ഒരു വീലാണ് കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ച് വീലാണ്. 215 50 17 ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത്. എയറോഡൈനാമിക്സ് ഒക്കെ അതിലുണ്ട്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തും നമുക്ക് അങ്ങനെ ഒരു ഡിസൈന് താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്നൊക്കെ ആ ലൈൻസും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റ് കൂടി ആകുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ORVMൽ മിറേഴ്സ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ താഴെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോഡി കളർ തന്നെയാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ റൂഫ് റൈൽ ചെറിയൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയും ആ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് ഇവിടെയും കാണാം. ആൻഡ് ഇവിടെയും 215 60 17 ഇഞ്ച് വീലാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതിനിവിടെ നമുക്ക് ഷാർപ്പ് ഫിനാൻഡ് കാണുന്നുണ്ട്. ഒരു പ്രധാന സൺറൂഫ് അവിടെ കാണാം. ഡിഫോഗർ ലൈൻസ് അതുപോലെ തന്നെ വിൻ വൈപ്പേഴ്സ്, സ്റ്റോപ്പ് ലാമ്പിൻ്റെ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. റിയറിൽ നമുക്ക് ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പിക്സൽ ഡിസൈനോടെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത്. അതിനിവിടെ ഗ്ലാസിനുള്ളിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സും ഈ ഹ്യുണ്ടായുടെ ലോഗോ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബൂട്ട് ഓപ്പൺ ചെയ്താൽ അതിന് താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വീല് വന്നിട്ടുണ്ട്. അത് 17 ഇഞ്ച് വീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാർജറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചെറിയൊരു പാർസൽ ട്രേ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ്സും ക്യാമറ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട്.
ഇനി ഉള്ളിലേക്ക് കയറിയാൽ ആ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് പ്ലസ് ഡാർക്ക് കളറാണ് ഈ ഭാഗത്തുള്ളത്. ബോസിൻ്റെ സ്പീക്കർ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആൻഡ് റിയർ ബ്ലൈൻഡ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാം, വിൻഡോ കൺട്രോളിങ്, ലോക്കിൻ്റെ കാര്യങ്ങളുണ്ട്. then ഇവിടെ നമുക്ക് 1 2 ബോട്ടിൽസ് വെക്കാൻ ചെറിയൊരു സ്പേസ് വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്ലേറ്റിംഗ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റ്സുകളാണ്. ആൻഡ് അതിലെല്ലാം ഹെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ഓഷ്യൻ ബ്ലൂ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് കയറി ഇരുന്നാൽ നല്ലൊരു ലെഗ് സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട്. 2600 mm നമുക്ക് വീൽ ബേസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. വലിയൊരു പനോറമിക് സൺറൂഫ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് സി ചാർജസ് സ്ലോട്ടും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെയും കാണുന്നുണ്ട്. ഇതിലൊക്കെ നമുക്കൊരു പാർസൽ ട്രേ നമുക്കൊരു ടേബിൾ പോലെ 2 സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയും. ഇവിടുന്ന് ആ ഒരു സീറ്റ് നമുക്ക് ഇവിടുന്ന് ബാക്കിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. എന്താണ് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ. ഇവിടെ നമുക്ക് ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിസിബിലിറ്റിയും കാര്യങ്ങളൊന്നും വലിയ മാറ്റങ്ങളും ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ സീറ്റിന്. വിൻഡോ കൺട്രോളിങ് അതുപോലെ തന്നെ ഡോർ ലോക്ക് അൺലോക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കർ ഇവിടെ കാണാം. ഇവിടെ തിരക്കുള്ള തന്നെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ട് ചെറിയൊരു ലെതർ ഫിനിഷാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 8 വേ അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ പാസഞ്ചറിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈവറുടെയും സീറ്റ് വന്നിട്ടുള്ളത്. ഇനി ഉള്ളിലേക്ക് കയറിയാൽ നമുക്കിവിടെ ഒരു മാഗ്നറ്റിക് പാഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹിൽ ഡീസിന് എല്ലാ കാര്യം പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ അതുപോലെ തന്നെ ESP മറ്റു കാര്യങ്ങൾ ലൈറ്റ് കൺട്രോളിങ്ങിൻ്റെ ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ EV സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റത് കണ്ടതുപോലെ തന്നെയാണ്. നമ്മുടെ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ആ ലോഗോക്ക് വരെ നമ്മുടെ അയോണിക് 5 കണ്ടതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ മറ്റു ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാറ്റാൻ കഴിയുന്നുണ്ട്. ജിയോ സാധനം അതൊക്കെ നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ നമുക്ക് പാരൽ ഷിഫ്റ്റേഴ്സിന് പകരം ഈ ഒരു ബ്രേക്ക് റീജിയൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വിൻ വൈപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഹൈ ബീം അസിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ലൈറ്റിനും അത് ഒരു അഡാസ് ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കാണുന്നത് ഒരു കർവീലിയനർ ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പ്ലസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. AC വെൻസ് ഒക്കെ അവിടെ കാണാം. ഹൊറിസോണ്ടൽ AC വെൻസ് ആണ്. ഇവിടെയൊക്കെ ചെറിയൊരു 3D ഫിനിഷിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിംഗ് നമുക്ക് ഇവിടെ കാണാം. AC വെൻസിലൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫുൾ ടച്ച് ഫംഗ്ഷൻസിലാണ് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു USB പ്ലസ് ടൈപ്പ് സി പിന്നെ ഒരു 12 വോട്ടിന് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് അതെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് കാണാം ഒരു ബ്ലൂയിഷ് കളർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇവിടെ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡ്രൈവ് മോഡ്. അതിന് മുമ്പ് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഗിയർ ലിവർ ഇവിടെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ അയോണിക് 5 അത് തന്നെയാണുള്ളത്. ഇവിടെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് പിന്നെ ക്യാമറയുടേതാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ബ്ലൂയിഷ് കളർ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. നല്ല നൈസാണ്. നമുക്ക് ഡ്രൈവ് മോഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. കണ്ടോ, ഡ്രൈവ് മോഡ് നമുക്കിവിടെ മാറുന്നുണ്ട്. എക്കോണമി, നോർമൽ, സ്പോർട്ട് നല്ല രസമായിട്ടുണ്ട്. മെനുവിൽ നമുക്ക് കാണാം EV മാപ്പ് നാവിഗേഷൻ എല്ലാ കാര്യങ്ങളും. ഇവിടെ ബ്ലൂ ലിങ്ക് ഉണ്ട്, പിന്നെ ജിയോ 7 മറ്റു കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ടയർ ഡിസ്പ്ലേ എല്ലാ ടയർ പ്രഷറും കാര്യമെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഡ്രൈവ് മോഡിനനുസരിച്ച് കണ്ടോ റേഞ്ചും മാറുന്നുണ്ടാവും. കണ്ടോ, അപ്പോൾ നോർമലിൽ 440, സ്പോർട്ട് 427 എക്കോയിൽ 454 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. റിയലി നൈസ് ലുക്കിംഗ്. ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു പനോറമിക് സൺറൂഫിന്റെ ഒരു വ്യൂ ഇതാണ്.
ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. എനിവേ നല്ല ഈ ഒരു സ്പെഷ്യലി ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. നമ്മൾ ഫ്രണ്ടിൽ ട്രങ്ക് ഓപ്പൺ ചെയ്താൽ ഒരു 22 ലിറ്റേഴ്സ് സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കൊക്കെ ചെയ്യുക, പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ ലോഗോ കാണാം, EV കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബാറ്ററി നമുക്ക് താഴെ വന്നിട്ടുള്ളത് 2 ബാറ്ററി പാക്കുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. ഇവിടെ സൗണ്ട് ഇൻസുലേഷൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട്. നമുക്ക് 2 ബാറ്ററി ഓപ്ഷൻസിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഒരു 42 kWh അതുപോലെ തന്നെ ഒരു 51.2 kWh വന്നിട്ടുള്ളത്. ആൻഡ് 42 kWh നമുക്ക് എക്സലൻസ്, സ്മാർട്ട് ഓ, പ്രീമിയം അങ്ങനെ 4 വേരിയൻസിൽ വരുന്നുണ്ട്. 15.4 വരുന്നതാണെങ്കിൽ നമുക്ക് ലോങ് റേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അത് സ്മാർട്ട് ഓ ലോങ് റേഞ്ച്, പിന്നെ ഒരു എക്സലൻസ് എന്നുള്ളൊരു ഇതും വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു 42 kWh നോക്കുകയാണെങ്കിൽ നമുക്ക് 390 km ആണ് റേഞ്ച് കമ്പനി വരുന്നത്. 51.4 kWh ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 473 km റേഞ്ച് വരുന്നുണ്ട്. AC ചാർജിങ്ങിൽ നമുക്ക് ഈ ഒരു 42 kW 4 ഹവറാണ്. നമ്മുടെ 51.4 നോക്കുകയാണെങ്കിൽ 4 മണിക്കൂറും 50 മിനിറ്റാണ് പറയുന്നത്. ആൻഡ് DC ഫാസ്റ്റ് ചാർജിങ്ങിൽ 58 മിനിറ്റിൽ 10 to 80 നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 42 kWh നമുക്ക് 135 PS ആണ് പവർ വന്നിട്ടുള്ളത്. 255 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 51.4 kWh നമുക്ക് 171 PS ആണ് പവർ. 255 Nm തന്നെയാണ് ടോർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. 18 ലക്ഷം തൊട്ട് നമുക്ക് 23,50,000 വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് ഓൺ റോഡ് നമുക്ക് മാക്സിമം ഒരു 25-26 ലെവലിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 4 ഓപ്ഷൻസിലുണ്ട്. അതിൽ എക്സലൻസിലാണ് ലോങ് റേഞ്ച് വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഈ ഒരു വാഹനം നമുക്ക് ചേർന്നത് നമ്മുടെ മഞ്ചേരിയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും സോൺ ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.